അതായത് അംബേദ്കറുടെ രാജ്യസ്നേഹത്തെ ചോദ്യം ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഒരു രാജ്യം അതിൻ്റെ ഭൗമശാസ്ത്രമായിട്ടുള്ള അഖണ്ഡതയിലും രാഷ്ട്രീയപരമായിട്ടുള്ള അഖണ്ഡതയിലും അഗാധമായി വിശ്വസിച്ചിരുന്ന വ്യക്തിയാണ് അംബേദ്കർ പാർലമെന്റിൽ നടത്തിയ പ്രസംഗങ്ങൾ തന്നെ നിങ്ങൾക്കറിയാം. നമുക്കിനി ഒരുമിച്ച് പോകാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരസ്പരം സംഘർഷം നടത്തുമ്പോഴും, പരസ്പരം വാഗ്വാദങ്ങൾ നടത്തുമ്പോഴും, പരസ്പരം വിലപേശലുകൾ നടത്തുമ്പോഴും നമ്മൾ ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണമെന്നാണ് അംബേദ്കർ പ്രസംഗിച്ചത്. അംബേദ്കറെ എപ്പോഴും എന്താണ് പറയുക, സാമ്രാജ്യത്തിന്റെ ദൂതൻ എന്നൊക്കെ വിളിക്കുന്നവർ മനസ്സിലാക്കണം, രാജ്യം സ്വാതന്ത്ര്യം പ്രാപിക്കാൻ അംബേദ്കർ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ബ്രിട്ടീഷുകാർ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഇവർ ഞങ്ങളെ വെച്ചേക്കില്ല എന്ന് അംബേദ്കർ പറഞ്ഞു. അത് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യം വലിയ കഷ്ടത്തിലാവും, ഞങ്ങൾക്ക് കൃത്യമായ ഒരു വ്യവസ്ഥ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പോയാൽ മതി എന്ന് അംബേദ്കർ പറഞ്ഞു. അതിൽ എന്താണ് തെറ്റ്? സ്വന്തം ജനതയ്ക്ക് വേണ്ടി നിലകൊണ്ടു എന്നുള്ളതാണ് അംബേദ്കറിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന തെറ്റ്. രാജ്യത്തിനെതിരായിരുന്നില്ല. അതാണ് ഞാൻ 370 കൂടി ഇവിടെ ഉദ്ധരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതായത് 370 എന്നുള്ള ആർട്ടിക്കിളെ കാശ്മീരിന് പ്രത്യേക പരിഗണന, പ്രത്യേക രാജ്യം പോലെ സ്വന്തം പതാകയും ഭരണഘടനയും 6 വർഷം നീളുന്ന അസംബ്ലിയും പ്രധാനമന്ത്രി എന്നായിരുന്നു കാശ്മീരിൻ്റെ മുഖ്യമന്ത്രി അറിയപ്പെട്ടിരുന്നത്. നമുക്കറിയാം, അത് പിന്നീട് മാറ്റുകയാണുണ്ടായി. അങ്ങനെ ഒരു കൺട്രി വിതിൻ ദ കൺട്രി എന്നുള്ള രീതിയിൽ കാശ്മീരിനെ പ്രത്യേക, അവിടെ ആർക്കും സ്ഥലം വാങ്ങിക്കാൻ പറ്റില്ല, മറ്റുള്ളവർക്ക് സവിശേഷമായ കാശ്മീരിനുള്ള അധികാരങ്ങൾ ആർട്ടിക്കിൾ 370 കൊടുക്കണമെന്നുള്ള ഡ്രാഫ്റ്റ് വന്നപ്പോൾ അംബേദ്കർ പറഞ്ഞു, ഞാൻ അതിനെതിരാണ്. ഷേഖ് അബ്ദുള്ളയുടെ മുഖത്ത് നോക്കി അംബേദ്കർ പറയുണ്ടായി, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? എല്ലാം നിങ്ങൾക്ക് ഞങ്ങൾ തരണം, ഇന്ത്യയുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് അവിടെ വികസനം നടത്തണം, റോഡുകൾ നടത്തണം, നിങ്ങളുടെ സെക്യൂരിറ്റി ഞങ്ങൾ നോക്കണം, നിങ്ങൾക്ക് വേണ്ടി ഭടന്മാരെ വിനിയോഗിക്കണം, പക്ഷേ ഈ രാജ്യത്തിന് അവിടെ ഒരു അധികാരവുമില്ല, ഞാൻ ഒരിക്കലും ഇത് അംഗീകരിക്കില്ല എന്ന് അംബേദ്കർ മുഖത്തടിച്ചോണമെന്നാണ് ഷേഖ് അബ്ദുള്ളയുടെ പറയുന്നത്. എന്നിട്ട് ഷേഖ് അബ്ദുള്ള നെഹ്റുവിനെ പോയി കാണുന്നു. നെഹ്റു അത് ഗോപാലസ്വാമി അയ്യങ്കാറെ ഏൽപ്പിക്കുന്നു ഈ പ്രശ്നം. അയ്യങ്കാർ പോയി പട്ടേലിനെ കാണുന്നു. പട്ടേലും അയ്യങ്കാരുമായിട്ടുള്ള സംഭാഷണങ്ങൾക്ക് അവസാനം ഈ ഡ്രാഫ്റ്റിൽ 370 എഴുതി ചേർക്കണം. അപ്പം നെഹ്റു വിദേശ പര്യടനം നടത്തുകയാണ്. നെഹ്റു മാറിക്കൊടുത്തു. നെഹ്റു നല്ലൊരു നയതന്ത്രജ്ഞൻ കൂടിയായിരുന്നു. 370 ഇല്ലെങ്കിൽ കാശ്മീരിനെ നിലനിർത്താൻ കഴിയില്ല എന്ന് നെഹ്റുവിന് അറിയാമായിരുന്നു. അംബേദ്കർ പറഞ്ഞു, അംബേദ്കറിന് ഒരു ഗുണമുണ്ട്, അംബേദ്കർ വളരെ ഫ്രീ ആണ്. അത് അംബേദ്കറിൻ്റെ ഒരു ഗുണമാണ്. നെഹ്റു അത്ര ഫ്രീ അല്ല. നെഹ്റുവിന് അതാണ് ഈ രാഷ്ട്രീയത്തിലെ പുൾസ് ആൻഡ് പ്രഷേഴ്സ് എന്ന് പറയുന്ന സാധനം. നെഹ്റുവിന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല. നെഹ്റു വിദേശ പര്യടനത്തിന് പോയ സമയത്താണ് പട്ടേലും അയ്യങ്കാരും ഒക്കെ ചേർന്ന് ഡ്രാഫ്റ്റിന്റെ മേളിൽ 370 എഴുതി ചേർക്കുന്നത്. പിന്നീട് അസംബ്ലിയിൽ ആർട്ടിക്കിളുകളുടെ മേളിൽ നിന്ന ചർച്ചയിൽ അംബേദ്കർ 370 കുറിച്ച് ഒരൊറ്റ വർഷം മിണ്ടുന്നില്ല. ഭയങ്കര രസമാണ്. നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ നടന്ന ചർച്ചകൾ മാത്രം വായിക്കാൻ ഞാൻ ഈ കോളേജിലെ കുട്ടികളോട് അഭ്യർത്ഥിക്കുകയാണ്. എത്ര രസകരമാണ്, എന്തുമാത്രം കളികളാണ് അതിനകത്ത് നടക്കുന്നത്. ഒരാൾ അവസാനം എത്തുന്ന തീരുമാനങ്ങൾ എങ്ങനെയാണ് ജനാധിപത്യം സംബന്ധിച്ച്, ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനാധിപത്യപരമായ കാര്യങ്ങൾ നടന്ന ഒരു അസംബ്ലി കൂടിയാണിത്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ 2 വ്യക്തികൾക്ക് അപ്രമാദിത്യം ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന് അംബേദ്കർക്കും മറ്റു നെഹ്റുവിനും. ഒരുപക്ഷെ നെഹ്റുവിൻ്റെ ഒരു സോഷ്യലിസ്റ്റ് വ്യൂവിൻ്റെ പിന്തുണയും ഒക്കെ ഉള്ളത് കൊണ്ടാണ് അംബേദ്കർക്ക് പലപ്പോഴും ഈ ബീഫിൻ്റെ കാര്യത്തിൽ തന്നെ ഞാൻ പറയാറുണ്ട്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ. അത് കൂടുതൽ പറയാൻ സമയമില്ല, പക്ഷെ ഞാനൊരു പുസ്തകത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള വളരെ സെക്കുലറായിട്ടുള്ള നിയമങ്ങൾ ഭരണഘടനയിലേക്ക് കൊണ്ടുവരാൻ അംബേദ്കറെ സഹായിച്ചതിൽ നെഹ്റുവിൻ പൊളിറ്റിക്സിന് വലിയ പങ്കുണ്ട്. പക്ഷെ അപ്പോഴും നെഹ്റുവിന് കളിച്ച ഒരു പ്രതലത്തിലല്ല അംബേദ്കർ കളിച്ചിരുന്നത്. അംബേദ്കറെ പോലുള്ള ഒരാളുടെ കോൺട്രിബ്യൂഷൻസ് വളരെ നിർബാധമായിരുന്നു. ഇറ്റ് വാസ് സ്പോണ്ടേനിയസ്. അദ്ദേഹം ചിലയിടത്ത് ഒത്തുതീർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ആ ഒത്തുതീർപ്പുകളെല്ലാം തന്നെ അവസാന നിമിഷം വരെ പൊരുതിയതിനു ശേഷമുള്ള ഒത്തുതീർപ്പുകളായിരുന്നു. അങ്ങനെ ഇന്ത്യയിലെ നിസ്വരും ന്യൂനപക്ഷങ്ങളിൽ നിന്ന് അദ്ദേഹം എപ്പോഴും, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ അദ്ദേഹം അവരുടെ പോരാട്ട വീര്യം യഥാർത്ഥത്തിൽ ദളിതർക്ക് പകരാൻ അദ്ദേഹം ശ്രമിക്കുന്നത് തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. നിങ്ങൾക്കറിയാം, അദ്ദേഹം ഒരു പ്രസംഗം, അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു പ്രദേശത്ത് 2 മുസ്ലിം കുടുംബങ്ങളുണ്ട്, ചുറ്റും ഹിന്ദു കുടുംബങ്ങളാണെങ്കിൽ അവർ സുരക്ഷിതരായിരിക്കും. കാരണം ഈ രാജ്യത്തെ മുഴുവൻ മുസ്ലിങ്ങളും തങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ബോധം അവർക്കുണ്ടാകും. അതുകൊണ്ട് ഹിന്ദുക്കൾ അതിനകത്ത് തൊടില്ല. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു 2 ദളിത് കുടുംബങ്ങളാണ് ആ സ്ഥാനത്തുണ്ടെങ്കിൽ നമ്മളെ നോക്കാൻ ആരുമില്ല. നമ്മളുടെ കുഴപ്പം നമ്മൾ സ്വയം വിശ്വസിക്കുന്നില്ല, സ്വയം തിരിച്ചടിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. ആ മഹാദ് എന്ന് പറയുന്ന സ്ഥലത്ത് പബ്ലിക് ടാങ്കിൽ നിന്ന് വെള്ളമെടുക്കാനായിട്ട് അംബേദ്കർ ഒരു വലിയൊരു ജനതയാണ് നയിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ആ ജനത ചെന്ന് അവിടുന്ന് വെള്ളം എടുത്തിട്ട് വന്നിട്ട് പിറ്റേന്ന് ബ്രാഹ്മണർ അതിനകത്ത് ചാണകം കലക്കി പുണ്യാഹം നടത്തുന്നുണ്ട്. അംബേദ്കർ ഇൻസൾട്ടഡ് ആവുകയാണ് അവിടെ വീണ്ടും. പക്ഷേ എങ്ങനെയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ജനതയെ മുഴുവൻ, അയിത്തത്തിൻ്റെ മുൾമുനയിൽ, നമ്മുടെ കേരളത്തിലുള്ള അയിത്തം അവിടെ ഇല്ല, പക്ഷേ എന്നാലും വേറൊരു തലത്തിലുള്ള അയിത്തമാണ്. ആ ജനത മുഴുവൻ അയാൾ അദ്ദേഹത്തിൽ വിശ്വസിക്കുകയായിരുന്നു. അങ്ങനെ നിരന്തരമായ പോരാട്ടങ്ങളിലൂടെ ഒരു രാജ്യത്തിന് ഒരു ഭരണഘടന തന്നു എന്ന് മാത്രമല്ല, ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് നിങ്ങൾക്കറിയാം, ലോകത്തെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ലിറ്ററേച്ചർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഐ ഡോണ്ട് നോ വെദർ യു കെയർ ടു റീഡ് ഇറ്റ് ഓർ നോട്ട്. ഐ റിക്വസ്റ്റ്, ഒന്ന് വായിച്ചു നോക്കുക. അതിനകത്ത് ഭാഷ, അതിൻ്റെ ശൈലി, അതിനകത്ത്